എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞിനോട് വിഡ്ഢിത്തരങ്ങൾ ചോദിച്ച് നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പറ്റുമെങ്കിൽ നിങ്ങൾ ഗംഗാവലി പുഴയിൽ അത്രയും അടിയൊഴുക്കുള്ള ആ പുഴയിലേക്ക് ഒന്ന് എടുത്ത് ചാടിയിട്ട് ആ പുഴയുടെ അടിയൊഴുക്കിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യൂ. അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നത്. ഒന്നും അറിയാത്തൊരു കുഞ്ഞിനോട് പപ്പ എപ്പോൾ വരും, പപ്പയുടെ ലോറി തിരിച്ചു വരും, പപ്പയെ കാണാൻ പറ്റുമോ, പപ്പ എവിടെ പോയി എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും കുറേയും കൂടി റീച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ശിരൂര് മണ്ണിടിച്ചിട്ടുണ്ടായ സ്ഥലത്ത് ഗംഗാവലി പുഴയിലേക്ക് ഒന്ന് എടുത്ത് ചാടുക. അതും പറ്റില്ലെങ്കിൽ അവിടെ ഒരു കുന്നുണ്ടല്ലോ, അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി നോക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതൊക്കെ ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി റീച്ച് കിട്ടാൻ നല്ലത്. ഞാൻ ഈ പറയുന്നത് ആരോടാണെന്നുള്ള ഒരു സംശയമുള്ളവർക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. അർജുനെയും കുടുംബത്തെയും ഇന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. ഇന്നൊരു വാർത്ത കണ്ടു. അർജുന്റെ വീട്ടിൽ ചെന്ന് 2 വയസ്സുള്ള മകനോട് ഒരു അവതാരിക ചോദിക്കുകയാണ്, മയക്കും പിടിച്ചു തന്നിട്ട്, പപ്പ എവിടെ പോയി മോനെ എന്ന്. ആ കുഞ്ഞ് ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞ് പറഞ്ഞു, പപ്പ ലോറിയിൽ പോയെന്ന്. ലോറി ഇനി തിരിച്ചു വരുമോ മോനെന്ന്. നിങ്ങൾക്ക് ലോറി തിരിച്ചു വരുമോ ആ കുഞ്ഞിനോട് ചോദിക്കേണ്ടത്. നിങ്ങൾ അവിടെ പുറത്തിറങ്ങി നിന്ന നാട്ടുകാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. തീരെ മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനമില്ലാത്ത ആ ഒരു അവതാരിക. എന്താണെങ്കിലും ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഒരു വാർത്ത സത്യമാണെങ്കിലും ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ആണ് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മൾക്ക് സഹിക്കാൻ കഴിയുമോ? ആ ഒരു കുഞ്ഞിന് എന്തറിയാം? പപ്പ പോയ എവിടെയാണെന്നില്ല, പപ്പ ലോറിയിൽ പോയില്ല, കുട്ടിക്ക് അത് മാത്രമേ അറിയൂ. ലോറി ഇനി തിരിച്ചു വരുമോ, പപ്പ ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിക്കാനുള്ള ആ ഒരു അത്രമാത്രം എന്താ പറയുക മനുഷ്യത്വം മരവിച്ച് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കുട്ടിക്ക് അതൊന്നും മനസ്സിലാവില്ല. പക്ഷെ എന്താണ് സംഭവിച്ചത്? അർജുൻ മണ്ണിനടിയിലാണ്, 10-14 ദിവസമായിട്ട് അർജുനെ കിട്ടിയിട്ടില്ല എന്നുള്ള വാർത്തകളെല്ലാം അറിഞ്ഞവിടെ വിഷമിച്ച് കഴിയുന്ന കുടുംബാംഗങ്ങളുണ്ട്. നിങ്ങൾ ഈ ചോദിക്കുന്ന വിഡ്ഢിത്തരം അവരും കൂടി കേൾക്കുകയാണ്. പിന്നെ നിങ്ങളെ ആട്ടി ഇറക്കാത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം അർജുനെ കാണാതായ അന്ന് മുതൽ ഈ മീഡിയാസ് എല്ലാം അതിന് വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു വാർത്ത അത്രമാത്രം പ്രചരിക്കുന്നതും എല്ലാവരിലേക്ക് എത്തിക്കുന്നതും മീഡിയാസ് ആയതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവര് മീഡിയാസിനോട് അടുപ്പം കാണിക്കുന്നത്. ആ ഒരു അടുപ്പത്തെ ചൂഷണം ചെയ്ത് ഇമാതിരി വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ്? അത് ആ കുഞ്ഞിന്റെ അടുത്ത്, ആ കുഞ്ഞിനൊന്നും അറിയില്ല. നിങ്ങൾക്ക് ആ കുഞ്ഞിന്റെ അത്രയും പോലും ബോധമില്ലല്ലോ. വളരെ വിഷമം. സഹതാപമാണ് തോന്നുന്നു നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് ചാനലില് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ സിസ്റ്ററിനോട് ചോദിച്ചു, അവരായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, അവരോട് കുറെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അതൊക്കെ കിട്ടിയത് പോരെ? ആ ഓടി നടന്ന് കളിക്കുന്ന കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലത്തെ ചോദ്യം ചോദിക്കുമ്പോഴും ഇപ്പൊ ഞാൻ പറയാം, കുട്ടിക്ക് ഇപ്പൊ അതൊന്നും മനസ്സിലാവില്ല. പപ്പയുടെ ലോറി തിരിച്ചു വരും എന്നൊക്കെ കുഞ്ഞിനോട് ചോദിച്ചാൽ കുഞ്ഞിന് അതൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ അത് വിഷമം വരുന്ന ആളുകളും അവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ അർജുൻ എന്ന് പറയുന്ന ഒരു ആള്, നമ്മൾക്ക് അർജുനെയോ കുടുംബത്തെയോ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ആ വാർത്ത കേട്ടതുപോലെ മുതൽ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാർ അർജുന്റെ മടങ്ങി വരവിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥനയോടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അർജുന്റെ നല്ലൊരു വാർത്ത കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ കുറെ ആൾക്കാരും പറയുന്നുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഫോൺ എടുത്ത് ഞാൻ നോക്കും, എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയോ, നല്ലൊരു വാർത്തയായിരിക്കണേ എന്തെങ്കിലും. കാരണം ലോറി അവിടെ കണ്ടെത്തി, ഇവിടെ സിഗ്നൽ കിട്ടി, അവിടെ കുറെ ദിവസമായി നമ്മൾ ഈ വാർത്ത കേൾക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ, രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുടെ എല്ലാം ആ ഒരു സഹകരണം നമ്മൾ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾക്കറിയാം പ്രകൃതി പോലും നമ്മൾക്കിപ്പോൾ അനുകൂലമല്ലാത്തൊരവസ്ഥയാണ്. അവിടുത്തെ ആ പുഴയുടെ ആഴവും അതുപോലെ കുത്തൊഴുക്കും എത്രമാത്രം നീന്തൽ അറിയാവുന്ന ആൾക്കാർക്ക് പോലും അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഒരുപാട് എന്താ പറയുക ദുഷ്കരമായ സാഹചര്യങ്ങളാണ് അവിടെ. എന്നിട്ട് പോലും ജീവൻ പണയം വെച്ച് ഇത്രയും ദിവസം അവിടെ തിരിച്ചു നടത്താൻ വന്ന ഓരോ ആൾക്കാരും വരുന്നുണ്ട്. അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു അവസ്ഥ തന്നെയാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെ ലാൻഡ് സ്ലൈഡിങ് ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ മണ്ണിടിച്ചിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് അതൊക്കെ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെഷീനോ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണ്ടേ ഇപ്പം കണ്ടുപിടിക്കാമായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. പക്ഷെ തിരിച്ചിൽ നിർത്തി എന്നുള്ള വാർത്തകളൊക്കെ കേട്ടു. കുടുംബം, ആ അർജുന്റെ കുടുംബം പറയുന്നുണ്ട്, തിരിച്ചിൽ നിർത്തരുത്, തിരിച്ചിൽ ഇപ്പൊ അങ്ങനെ നടക്കുന്നത് പോലെ തന്നെ തുടരണം, അർജുനെ കിട്ടുന്നവരെ ആ തിരിച്ചിൽ നിർത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരുടെയും ആലോചിച്ചിട്ട് ആ ഒരു തിരിച്ചിൽ നിർത്താതെ തന്നെ വീണ്ടും തുടരണം എന്ന് തന്നെ ഞാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ
ഇത്രയും കുത്തൊഴുക്കുള്ള പുഴയിൽ ചെന്ന് തിരച്ചിൽ നടത്തുന്ന ആൾക്കാർ അവരും മനുഷ്യരാണ്, നമ്മൾക്കറിയാം അല്ലേ. അവരും അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ നേവിക്കാരായിക്കോട്ടെ, ആർമി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവിടെ പോകുന്ന ഓരോ മനുഷ്യരും അവരെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ അവരവരുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ടില്ല എന്ന് നമുക്ക് ആരെയും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ എവിടെയാണ് ഇപ്പം ലോറി താഴെ ഉണ്ടെന്ന് പറയുന്നു, ചില വാർത്തകളിൽ നമ്മൾ ലോറി കണ്ടെത്തിയെന്ന് കേൾക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ കാണുമ്പോൾ സന്തോഷത്തോടെയാണ് തുറന്നു നോക്കുന്നത്. ലോറി കണ്ടെത്തി അതിൻ്റെ ഒന്ന് അർജുനെ കിട്ടിയോ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ സിഗ്നൽ കിട്ടി, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണ് തിരച്ചിലിൻ്റെ കാര്യങ്ങളെന്നൊന്നും എനിക്ക് അറിയില്ല. പല വാർത്തകളും കേൾക്കുന്നുണ്ട്, തൃശ്ശൂരിൽ നിന്ന് ആരൊക്കെ പോയി അവിടെ നോക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ വീട്ടുകാരുടെ ഒരു അഭിപ്രായം, അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരച്ചിൽ തുടരണമെന്ന് തന്നെയാണ്. അതുപോലെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര നാൾ മീഡിയാസിനോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്ര നാൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് അപ്പോൾ അത്രയും മാത്രം അടുപ്പമാണ് നമ്മളോട് അതായത് മീഡിയാസിൻ്റെ അടുത്ത് അവർ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾക്ക് വാർത്തകളൊക്കെ നമുക്ക് പറയാം, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. പക്ഷെ എപ്പോഴും അവരുടെ വീട്ടിൽ കയറി അവരുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ ചിന്തിക്കണം. അവരൊരു പക്ഷെ നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു വാർത്ത എല്ലാവരിലേക്ക് അറിയിച്ച് വേണ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഇതിലിടപെട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുടുംബം കാത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നും അറിയാത്ത നമ്മൾക്ക് പോലും ഇത്രയും വിഷമം ഉണ്ടെങ്കിൽ സ്വന്തം കുടുംബമല്ലേ, അവർക്കല്ലേ നഷ്ടപ്പെട്ടത്. നമ്മളൊക്കെ ഇപ്പോൾ കുറേ വിഷമിക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരു പക്ഷെ അത് മറന്നു പോകും. ഒരു പക്ഷേ എന്നല്ല, മറന്നു പോകും, അത് ഉറപ്പാണ്. പക്ഷെ ആ മറക്കാൻ പറ്റാത്തത് ആ ഒരു കുടുംബക്കാർക്ക്, വേദന നഷ്ടപ്പെട്ടതെല്ലാം അവർക്ക് മാത്രമാണ്. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ ചിന്തിച്ചിട്ട് ആ ഒരു മൈക്ക് ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് എന്ത് ചോദ്യം ചോദിക്കാം? അത് വളരെ തെറ്റല്ലേ? നിങ്ങൾ പോയി അവരോട് എല്ലാവരും പോയി അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്നാണ് കാണാതായത് മുതലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെയും നമ്മൾ അവിടെ കയറിച്ചെന്ന് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ അവർ കരയുന്നുണ്ടോ, അവരുടെ കണ്ണീര് കരയുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ, അവർ പൊട്ടിക്കരയുന്നുണ്ടോ, അവരെന്താണ് ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഇതൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് അവർക്കൊരു സ്വാതന്ത്ര്യം അവർക്കും നമ്മളൊന്ന് ആലോചിക്കുക. അവരുടെ മനസ്സിൻ്റെ അകത്ത വിങ്ങല് നമ്മളത് മനസ്സിലാക്കുക. വേറെ ഒന്നും ചിന്തിക്കണ്ട, ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നമ്മുടെ വീട്ടിലെ ഒരാളാണ് അർജുൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കൂ. നിങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാനും പറയാനും ഈ ക്യാമറയും മൈക്കുമായിട്ട് പോകാനൊന്നും തോന്നില്ല. മാത്രമല്ല ആ ഒരു കൊച്ചിനോട് ഈ ചോദ്യം ചോദിച്ചാൽ ആ ഒരു ലേഡി അവതാരിക്കുക, അവരോട് ഒന്നും പറയാനില്ല. റിപ്പോർട്ടർ അവരത് ചോദിക്കുമ്പോൾ അവർക്ക് ബോധമില്ല. പക്ഷെ ആ ഒരു ക്യാമറ പിടിച്ചിരിക്കുന്ന ക്യാമറമാനെങ്കിലും അത് തടയാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്താണെങ്കിലും ബാലാവകാശ കമ്മീഷൻ സ്വമേധിയെ കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, നിയമപരമായ നടപടിയായിട്ട് തന്നെ പോട്ടെ. പിന്നെ വീട്ടുകാർക്ക് ഒരു പക്ഷേ ഭയമുണ്ടാവും ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും മറുപടി, അതായത് ദേഷ്യപ്പെട്ടെന്തെങ്കിലും പറഞ്ഞാലേ അവർക്കെതിരെ സൈബർ ആക്രമണവും മറ്റു കാര്യങ്ങളും പിന്നെ അവരെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളുമായി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. കാരണം അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരുടെ മകനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത്ര ദിവസമായില്ലേ, അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ മകനെ കണ്ടെത്തുക എന്നുള്ള, അപ്പോൾ ആരെയും വെറുപ്പിക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കും അവർ പക്ഷേ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ അവരുടെ മുമ്പിലിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ അവർ പ്രതികരിക്കാതിരുന്നത്. നിങ്ങൾ ആ സാഹചര്യം മുതലെടുക്കരുത്, ചൂഷണം ചെയ്യരുത്. മൈക്കും ക്യാമറയുമായി ചെല്ലുന്ന ആൾക്കാരോട് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സംഭവം നടന്നതിന് ശേഷം എല്ലാവരും അർജുൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് അർജുൻ എന്നാണ് പോയത്, എങ്ങനെയാണ് പോയത്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. വീണ്ടും അവിടെ ചെന്നിട്ട് നിങ്ങൾക്കറിയാം അവർക്ക് വേറെ ഒരു കാര്യം അറിയില്ല. നമ്മളെപ്പോലെ തന്നെ അവർക്കും അർജുൻ എവിടെയാണെന്ന് എന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും അപ്പോൾ അവിടെയൊക്കെ പോയി നിന്നിട്ട് വീഡിയോ എടുക്കും, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിപ്പോർട്ട് ചെയ്യും. അതല്ലേ ഏറ്റവും നല്ലത്. അല്ലാണ്ട് ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്തിനങ്ങോട്ട് പോകുന്നു? അവരും ഭയന്നിട്ടാവാം, അവർ പേടിച്ചിട്ടാവുമെന്നും പറയാത്തത്. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാർത്ത കൊടുക്കുന്നത് അവരെക്കുറിച്ച് മോശമായിട്ടായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അവർ ആ വീഡിയോ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനത്തെ വിഡ്ഢിത്തരം ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഇത് സോഷ്യൽ മീഡിയാസിലെല്ലാം പോസ്റ്റ് ചെയ്ത് എല്ലാവർക്കും പബ്ലിഷ് ചെയ്ത് എല്ലായിടത്തും എത്തിയതിന് ശേഷം കേസെടുത്തപ്പോൾ നിങ്ങളിപ്പോൾ അത് റിമൂവ് ചെയ്തുകൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയെങ്കിലും ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾ സാഹചര്യവും സന്ദർഭവും നോക്കി സംസാരിക്കുക. കാരണം എല്ലാവരും മനുഷ്യരാണ്, നമ്മൾക്ക് വീഡിയോ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എന്ത് സംസാരിക്കുക അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതിലൊന്നും നമ്മൾ കൈയടത്തുന്നില്ല. പക്ഷേ മനുഷ്യത്വം എന്നുള്ളൊരു കാര്യം അത് ആരും പറഞ്ഞു തരേണ്ടതില്ല. നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ കാണിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സാഹചര്യങ്ങൾ നോക്കി ഇനിയെങ്കിലും പെരുമാറാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊരു റിപ്പോർട്ടറാണ്, നിങ്ങൾക്ക് പല സ്ഥലത്തും ഇതുപോലെയുള്ള പല സ്ഥലത്തും ഇനിയും പോകേണ്ടതായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രായത്തിന്റെ പക്വത കാണിച്ചില്ലെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനങ്ങളും കാണിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്നും എനിക്ക് പറയാനില്ല.